ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം നമുക്ക് കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, തുടക്കത്തിൽ തന്നെ നെഗറ്റീവ് അടിക്കാനല്ലേ. അപ്പം നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വലിയ ക്ലിപ്പ് എടുക്കാനായിട്ട് പറ്റില്ല, തിരക്കായിട്ട്. രാവിലെ എനിക്ക് ഗ്രീൻ ടീ ഒക്കെ കുടിച്ചു. അപ്പം നല്ല കാലാവസ്ഥയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ കാണിക്കാനായിട്ട് പോയത്. നമുക്ക് ചെറിയ കാലുവേനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ കയറി കുറച്ച് ഓട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ചെരുപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതാകെ പനലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ ഞങ്ങളൊരു കെടുക്കരുപ്പ് കുറേ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലിടാൻ പറ്റിയ കുറേ വേറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ 2-3 എണ്ണമൊക്കെ നോക്കി കുറേയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നോക്കി ഇറങ്ങി വന്ന് കുറേ സമയം അങ്ങനെ പോയി. അങ്ങനെ ഞാനും അമ്മയുടെ ബേക്കറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാനും അമ്മയും 2 പപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കിനും അമ്മ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു, ഞാനൊരു ഓറഞ്ച് ജ്യൂസും കുടിച്ചു ഗൈസ്. അങ്ങനെ വീട്ടിലെത്തി മിച്ചറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അക്കൗണ്ടിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് 1K അടിച്ചത്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് എന്തോ മിറാക്കിൾ സംഭവിച്ചാണ്. പക്ഷേ 1K അടിച്ചിട്ടില്ല ഗൈസ്. ഇതെന്തോ നമുക്കെന്തോ പ്രോബ്ലം പറ്റിയതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് പെട്ട സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ തനിയെ കുറഞ്ഞു വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്തോ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ചെന്ന് നോക്കിയപ്പോഴും എനിക്ക് 1102 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോസ് ഒന്നും കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് അക്കൗണ്ട് ഹാക്ക് ചെയ്യാനാണ്. പക്ഷേ 892 സബ്സ്ക്രൈബേഴ്സുള്ള അക്കൗണ്ട് എങ്ങനെ ഹാക്ക് ആക്കാനാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്തു. ഇമെയിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കിനും കുറേ 7:28 എല്ലാ 7:28 തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത്. അറിയാത്ത ഏതോ നാട്ടിലെ ആളുകളാണ്, പേര് കണ്ടാലറിയാം. പിന്നെ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് തന്നെ തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിച്ചെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്.